ചെയ്യാനുള്ളൂ എന്നുള്ളതാണ്. നേരത്തെ ജയ്ഷായുടെ കേസിൽ 8 കോടിയിൽ നിന്ന് 81 കോടി എത്തിയെന്നായിരുന്നു ആരോപണമെങ്കിൽ ഇപ്പം നമ്മള് നിതിൻ ഗഡ്കരിയുടെ കേസിൽ 17 കോടിയിൽ നിന്ന് 2300 കോടി എത്തിയെന്നാണ്. അതൊരു കൊച്ചു കളിയല്ല. 8 കോടിയിൽ നിന്ന് 81 കോടി എത്തിയതുപോലെ അല്ല 17 കോടിയിൽ നിന്ന് 2300 കോടി എത്തുന്നത്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സാധനമാണ്. ഇനി മൂന്നാമത് ഒരൊറ്റ പോയിന്റ് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതായത് ശ്രീജിത്ത് പറഞ്ഞൊരു കാര്യത്തോട് ഞാൻ പൂർണ്ണമായിട്ടും അനുകൂലിച്ചുകൊണ്ട് തന്നെ പറയുന്നു. അതായത് ഡിമോണിറ്റൈസേഷൻ വന്നപ്പോൾ എന്തുകൊണ്ടാണ് ഇത് വരുന്നത് എന്ന് പറഞ്ഞ് ജനത്തിനെ ബോധ്യപ്പെടുത്താൻ സർക്കാരിന് കഴിഞ്ഞില്ല, അല്ലെ സർക്കാർ തയ്യാറായില്ല. 2, ഈ പറഞ്ഞ എഥനോള്, ഇതുപോലെ ഓരോന്ന് നീറ്റ് തുടങ്ങിയ എല്ലാ വിഷയങ്ങളിലും സർക്കാർ ജനങ്ങളോട് സംസാരിച്ചില്ല, സമ്മതിച്ചില്ല, കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല എന്ന് പറയുന്നു. എന്തുകൊണ്ട് അതെന്തുകൊണ്ടാണ് ഈ സർക്കാരിന് മാത്രം വന്നത്? മുൻപത്തെ സർക്കാരിന് ബാധ്യതയില്ലേ? ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്തോട്ടെ സാറേ. ഇത് എന്തുകൊണ്ട് കഴിഞ്ഞ 12 വർഷമായിട്ട് നരേന്ദ്രമോദി സർക്കാർ ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല എന്ന് വെച്ചാൽ ഒറ്റ അർത്ഥമേ ഉള്ളൂ. അതിന്റെ പേരാണ് സ്വേച്ഛാധിപത്യം. ഞങ്ങൾക്ക് നിങ്ങളോടൊന്നും പറയാൻ യാതൊരു ബാധ്യതയുമില്ല. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞങ്ങൾ നടപ്പിലാക്കും. ഈ പറയുന്ന വാക്കിന്റെ പേരാണ് സ്വേച്ഛാധിപത്യം. ഈ സ്വേച്ഛാധിപത്യത്തിനെതിരെയാണ് അതുപോലെ തന്നെ ഈ പറയുന്ന ജനങ്ങളോട് രാവിലെ ഇന്ദിരാഗാന്ധി വിളിച്ച് ചോദിച്ചിട്ടാണല്ലോ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. വല്ലതും വന്നിരുന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ച് എന്നും പറഞ്ഞിട്ട് പോകാമെന്ന് കരുതില്ലേ? ഈ പറയുന്ന താങ്കളുടെ രാഷ്ട്രീയം പറയും. താങ്കൾ എല്ലാ കാര്യങ്ങളും PMO ഡയറക്റ്റ് എടുക്കുന്ന ആളല്ലേ? അതായത് ഗഡ്കരിയെ മാറ്റാൻ തീരുമാനിച്ച കാര്യം ഉൾപ്പെടെ ഡയറക്റ്റ് കിട്ടുന്ന ഒരാൾക്ക് താങ്കൾക്ക് ഈ കാര്യങ്ങൾ എന്ത് മണ്ടത്തരമാണ് ചർച്ചയിൽ താങ്കൾക്ക് ഒരു ബോധ്യം ഉണ്ടാവട്ടെ. താങ്കൾ ഏത് വിഷയത്തിലാണ് സംസാരിക്കുന്നത്? എന്താണ് ആ വിഷയത്തിന്റെ ക്രക്സ്? ആ ക്രക്സിലേക്കല്ല വരുന്നത്. രാഷ്ട്രീയമായി കുറെ കാര്യങ്ങൾ പറയുക, എന്നിട്ട് അതിന് രാഷ്ട്രീയമായിട്ട് കുറെ ചിത്രങ്ങൾ കൊടുക്കുക, എന്നിട്ട് ഒരു അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ വന്നിരുന്നിട്ട് അങ്ങനെ അത് അങ്ങനെയാണ് സ്വേച്ഛാധിപത്യമാണ്. താങ്കൾ പറയും സ്വേച്ഛാധിപത്യ നിലപാട് പറയും. ഇന്ത്യയിലെ ചെറുപ്പക്കാരെ അംഗീകരിച്ചതുപോലെ ഒരു സ്വേച്ഛാധിപത്യ നിലപാട് ഈ പറഞ്ഞ 12 വർഷത്തിനുള്ളിൽ നടന്നിട്ടുണ്ടോ? ഇന്ത്യയിലെ മാധ്യമങ്ങളെ അടക്കം, ഇന്ത്യയിലെ ജനാധിപത്യവാദികളെ അടക്കം, ഇന്ത്യയിലെ എതിർ ശബ്ദങ്ങളെ എല്ലാം നിശ്ചലപ്പെടുത്താൻ വേണ്ടിയിട്ട് നടന്നിട്ടുള്ള അടിയന്തരാവസ്ഥ പോലെയുള്ള പദ്ധതികൾ ഈ പറഞ്ഞ 12 വർഷത്തിനിടയിൽ നടന്നിട്ടുണ്ടോ? ഇതൊന്നും നടന്നില്ല. നിങ്ങളെ പോലെയുള്ള ആളുകളുടെ പ്രശ്നം എന്താണെന്നറിയോ? നിങ്ങൾക്ക് കഴിഞ്ഞ 2014 മുൻപ് വരെ ഇവിടെ അഴിമതിയും സ്വജനപക്ഷപാതവും മാത്രമായിരുന്നെങ്കിൽ ഇന്ന് രാജ്യം മുന്നോട്ട് പോകുന്നുണ്ട്. നിങ്ങൾക്കത് കാണുമോ? വല്ലാത്ത പ്രശ്നമാണ്. രാജ്യം മുന്നോട്ട് പോകാൻ പാടില്ല, ഇൻഫ്രാസ്ട്രക്ചർ വികസനം നടക്കാൻ പാടില്ല, ഈ രാജ്യത്തിന്റെ എഡ്യൂക്കേഷൻ പോളിസികൾ മുന്നോട്ട് പോകാൻ പാടില്ല. ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഹാലിളക്കം ഉണ്ടല്ലോ. ആ ഹാലിളക്കത്തിന് മരുന്ന് വരാൻ സർക്കാർ നിർവാഹമില്ല. അതിന് ജനങ്ങൾ മരുന്ന് തരുന്നുണ്ട്. ആ ജനങ്ങൾ മരുന്നതല്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ ഈ വിഷയത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനെന്ന് പറഞ്ഞാൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടാൻ തയ്യാറായി തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഞാൻ ആദ്യത്തെ മിനിറ്റ് കൊണ്ട് പറയുന്നുണ്ടല്ലോ ആ കാര്യം. അപ്പൊ അദ്ദേഹം പറയുന്നത് അദ്ദേഹം പൊളിറ്റിസൈസ് ചെയ്യുകയാണ്. അദ്ദേഹം മോദിയുടെ ഭരണം സ്വേച്ഛാധിപത്യമാണെന്ന് പറയുമ്പോൾ അതിനകത്ത് അദ്ദേഹം പറയേണ്ട കാര്യം എന്താണ് സ്വേച്ഛാധിപത്യം പറയാൻ നടന്നത്? ഏത് വിഷയത്തിലാണ് സ്വേച്ഛാധിപത്യം പറയാൻ നടന്നത്? ഏത് വിഷയത്തിലാണ് ഈ പറഞ്ഞ നിലപാടുണ്ടായത്? ഒരു വിഷയത്തിലും ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹത്തിന് പറയാം, നിങ്ങൾക്കറിയാം, എനിക്കും അറിയാം. അപ്പൊ വന്നിരുന്ന് ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ ടൂൾ ആയിട്ടിരുന്ന് വരുന്ന വായിൽ വരുന്നത് എല്ലാം പറഞ്ഞു പോകാമെന്ന് കരുതിയാൽ അങ്ങനെ പറഞ്ഞു പോകാൻ അനുവദിക്കാൻ സാധിക്കില്ല. കഴിഞ്ഞ 12 വർഷം കൊണ്ട് രാജ്യത്തുണ്ടായിട്ടുള്ള മുന്നേറ്റം, രാജ്യത്തിന്റെ റിഫോമൽ നിലപാടുകൾ, ആ നിലപാടുകളെല്ലാം ആകെ അങ്ങ് തള്ളിക്കളഞ്ഞുകൊണ്ട് രാജ്യത്തൊരു സ്വേച്ഛാധിപത്യ ഭരണമാണെന്ന് പറയുമ്പോൾ ഇദ്ദേഹം പറയണം ഇവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഇദ്ദേഹത്തിനോട് വിളിച്ചു ചോദിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ മുന്നിലുള്ള ആളുകളോട് വിളിച്ചു ചോദിച്ചിട്ടാണോ നടപ്പിലാക്കിയത്? അതിവിടെ അനധികൃത വന്ധീകരണം നടന്നു. ആ വന്ധീകരണം നടത്തിയത് ഇദ്ദേഹത്തിനോട് ഇദ്ദേഹത്തിന്റെ പിന്നിലോട്ടുള്ള ആളുകളോട് വിളിച്ചു ചോദിച്ചിട്ടാണോ നടത്തിയത്? അപ്പൊ വരുന്നത് എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ ടൂളായി വന്നിരുന്ന് പൊളിറ്റിക്കൽ നാവ് ഉപയോഗിച്ചുകൊണ്ട് ഒരു വിഷയത്തിനെ തന്നെ പൊളിറ്റിസൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ മനസ്സിലാക്കാൻ തെറ്റാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.